അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുറാഖ ചോദിച്ചു, എനിക്ക് താങ്കൾ നൽകിയ ഈ അഭയം അത് എഴുതി തന്നുകൂടെ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരി, സുറാഖക്ക് വേണ്ടത് എഴുതി കൊടുത്തേക്കും. പിൽക്കാലത്ത് സുറാഖ അത് ഉപയോഗപ്പെടുത്താനുള്ള ആഗ്രഹത്തിലാണ്, താല്പര്യത്തിലാണ്. എഴുതിയത് വാങ്ങാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറാഖയോട് ചോദിച്ചു, സുറാഖ, കൈഫ ബിക് ഇദാ ലബിസ്ത സിവാറൈ കിസ്റ? പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായ കിസ്റ ചക്രവർത്തിയുടെ ഘടകങ്ങൾ ഈ കരങ്ങളിൽ അണിയിച്ചാൽ എങ്ങനെയിരിക്കും സുറാഖ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ട് സുറാഖയുടെ ആഗ്രഹം എന്താണ്, ആർത്തി എത്ര വലുതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ആ മനസ്സിനെ കീഴ്പ്പെടുത്താൻ അത്തരം ഒരു ചോദ്യം മഹാനായ നബി എറിയുകയായിരുന്നു. പക്ഷേ അതൊരു വെറും ചോദ്യമായിരുന്നില്ല. അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു പ്രവചനമായി പുലർന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിക സമൂഹം പേർഷ്യയുടെ മേൽ ആധിപത്യം പുലർത്തിയപ്പോൾ അവിടുത്തെ ചക്രവർത്തിയുടെ വളയും തളയുമെല്ലാം മദീനാവിലേക്ക് കൊണ്ടുവന്നപ്പോൾ മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന സുറാഖത്ത് ബിൻ മാലിക്? അപ്പോഴേക്കും സത്യവിശ്വാസിയായി സുറാഖ മദീനയിൽ എത്തിച്ചേർന്നിരുന്നുവല്ലോ. അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ അത് അണിയിക്കുകയും ചെയ്തു. അതൊക്കെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര കാഴ്ചകളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ യാത്രയിൽ ഇനി നമുക്ക് പറയാനുള്ളത് ആ യാത്രയിലെ ഏറ്റവും കൗതുകകരമായ, നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ട ഒരു രംഗമാണ്. അത് മഹാനായ നബിയും സംഘവും ഏകദേശം ഒരു 150 കിലോമീറ്റർ മദീന ഭാഗത്തേക്ക് നടന്നപ്പോഴേക്കും അവർക്ക് നന്നായി വിശന്നിരുന്നു. വിശപ്പും ദാഹവുമെല്ലാം ഉണ്ടായതുകൊണ്ട് അവർ ചുറ്റുപാടും നോക്കിയാണ്, വീക്ഷിച്ചാണ് നടക്കുന്നത്. എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് നോക്കിയാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ യാത്രികർ നടക്കുന്ന വഴിയിലൂടെയല്ലല്ലോ അവർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ വഴിയിൽ നിന്നുള്ള അസിസ്റ്റൻസ് ലഭിക്കൂ. അങ്ങനെ അവർ നടക്കുന്നതിനിടയിൽ ദൂരെ ഒരു ഖൈമ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു കീറിപ്പറിഞ്ഞ കൂടാരമാണത്, മനസ്സിലായി. എന്തായിരുന്നാലും അവിടെ ആരെയെങ്കിലും കാണാതിരിക്കില്ല, എന്തെങ്കിലും കാണാതിരിക്കില്ല. അവരങ്ങോട്ട് നടന്നു. അവരെ എതിരേറ്റത് ഖൈമയുടെ മുമ്പിൽ കൂനിക്കൂടിയിരിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. സഹോദരി എന്ന് പറഞ്ഞുകൂടാ, സഹോദരി തന്നെയാണ്, ഒരു വൃദ്ധയായ ഒരു സ്ത്രീയായിരുന്നു. അവരുടെ അടുക്കൽ വന്നുകൊണ്ട് അവർ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഭക്ഷണങ്ങളോ മറ്റോ എന്തെങ്കിലും ഞങ്ങൾക്ക് തരാനുണ്ടോ? അവർ ചോദിക്കുന്നത് വിലക്കാണ്, വെറുതെ ചോദിക്കുകയല്ല, അവരുടെ ഔദാര്യം ചോദിക്കുകയല്ല. ഔദാര്യം ചോദിക്കാൻ മാത്രം സാമ്പത്തികമായ ശേഷിയുള്ളവരാണ് ആ ഖൈമയിൽ ജീവിക്കുന്നത് എന്ന് ഒരിക്കലും ആരും പറയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കാണ് ഭക്ഷണം ചോദിക്കുന്നത്. പക്ഷേ ദൈന്യതയാർന്ന കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് വൃദ്ധ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നിഷ്കളങ്കമായിട്ടായിരുന്നു ആ മറുപടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുറ്റുഭാഗം നോക്കി. വളരെ ദരിദ്രമായ ഒരു ഖൈമ. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ജനങ്ങൾ താമസിക്കുന്നത് എന്ന് പോലും പറയാൻ കഴിയില്ല. അതേസമയം വേറെ ആരെയും അവിടെ കാണാനുമില്ല. പക്ഷേ ആ നോട്ടത്തിൽ നബിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു ഒരാട്, ഒരൊറ്റ ആട് മാത്രം. നബി ചോദിച്ചു, ആ ആടിന് പാലുണ്ടോ? വീണ്ടും ദൈന്യതയാർന്ന കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ആ ഉമ്മ പറഞ്ഞു, അതിന് പാലൊന്നുമില്ല, ഇതത്രയും ക്ഷീണം പിടിച്ച ഒരു ആടാണ്. മറ്റുള്ളവയുടെ കൂട്ടത്തിൽ പോകാൻ പോലും, നടക്കാൻ, മേക്കാൻ കൊണ്ടുപോകാൻ പോലും അതിനാവതില്ല.
അപ്പോൾ നബി ചോദിച്ചു, എന്നാൽ ഞങ്ങളൊന്ന് കറന്നു നോക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് അപ്പോൾ ആ വൃദ്ധ മാതാവ് രൂക്ഷമായി നോക്കി. മറ്റൊന്നും കൊണ്ടല്ല, ഈ പ്രായത്തിലുള്ള ഞാൻ ഇത്രയും സത്യസന്ധമായി പറഞ്ഞിട്ട് എന്താ അവർക്ക് വിശ്വാസം വരുന്നില്ലേ എന്ന രൂപത്തിൽ. അവർ പറഞ്ഞു, ശരി, കറന്നു നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞ് വിശ്വാസമില്ലെങ്കിൽ കറന്നു നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്ന ഒരു ധ്വനിയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിനെ അടുത്തേക്ക് പിടിപ്പിച്ചു. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. പിന്നെ അവിടെ ഉണ്ടായതെല്ലാം അത്ഭുതമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.